കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്പൈസിയും ആയിട്ടുള്ള ഒരു ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായാണ്. ഇത് മലബാർ സ്റ്റൈലിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇല്ലെങ്കിൽ അതിന് പകരം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളം അല്പാൽപ്പം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി വരുന്ന സമയം വരെ ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം 10 മിനിറ്റ് സമയം ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് 300 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു പ്രഷർ കുക്കറിൽ ചേർത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 4 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പാലും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടുന്നതിനാണ് നമ്മളിത് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മുടെ മാവെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ചെറിയ പൂരി ഉണ്ടാക്കുന്ന വലുപ്പത്തിൽ ഉരുളകൾ എടുത്ത് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഉരുളകൾ ഈ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പൂരിയുടെ വലുപ്പത്തിലുള്ള പരത്തിവെച്ച മാവും എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത പൂരിയും ഇതിന് മുകളിലായിട്ട് ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ തൊലി ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന തൊലി വേണമെങ്കിൽ വാങ്ങിയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ 4 ഒന്നിച്ച് തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ആവുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിൻ്റെ വലുപ്പത്തിൽ തന്നെ കിട്ടാൻ വേണ്ടി മൂടിയുടെ അളവിൽ നമുക്ക് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഈ പരത്തി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് പെട്ടെന്ന് തന്നെ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ലെയർ ഒന്ന് വിട്ടു വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും വേർപെടുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ അടുപ്പിൽ നിന്ന് തന്നെ വേർപെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തൊലി ഒന്ന് വാടിക്കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോവും. അതുകൊണ്ട് ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് മൂടി വെക്കുക. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 സവാളയാണ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത ശേഷം ഒന്നുകൂടെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ സവാള ഒന്ന് നിറം മാറി വരുന്ന സമയം വരെ നമുക്ക് വഴറ്റിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും
1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആണ്. ഇതുകൂടെ ചേർത്ത ശേഷം നമുക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ കുക്കറിൽ വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്തൊന്ന് പൾസ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഫോർക്ക് അങ്ങനെ വെച്ച് ഒന്ന് പിച്ചിയെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ ഇങ്ങനെ ചിക്കൻ കുക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഷ്രെഡ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൊലി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പാനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ ആ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ട് ആ പരത്തി വെച്ചിരിക്കുന്ന തൊലി ആ എഗ്ഗിൻ്റെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ തൊലി നമ്മൾ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചട്ടിപ്പത്തിരി കിട്ടുന്ന സമയത്ത് നല്ല ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ പീസ് കൂടെ ഇതിന് മുകളിലായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൊലി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ചൂടായി പോകാൻ പാടില്ല. ഒന്ന് വാടിയതിന് ശേഷം എടുത്ത് മാറ്റണം. ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പൂരിയായിട്ട് പരത്തിയതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുത്തിട്ടും നമുക്ക് തൊലി വാട്ടിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന തൊലി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബാക്കിയുള്ള ഫില്ലിങ്സും ഒരേ നിരപ്പിൽ തന്നെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള തൊലിയും കൂടെ ഈ എഗ് മിക്സിൽ ചേർത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾക്ക് ഇതിന് മുകളിലായിട്ട് ആ ചിക്കൻ്റെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചട്ടിപ്പത്തിരിക്ക് കനം വേണമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ്സ് ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ചട്ടിപ്പത്തിരി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ ലെയറും ഞാൻ ഈ രീതിയിൽ ഇതിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള എഗ് മിക്സ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ചട്ടിപ്പത്തിരി കുക്ക് ചെയ്തിരിക്കുന്ന പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 25-30 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ചട്ടിപ്പത്തിരി ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. അതിനുശേഷം ഒരു പാൻ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ ചട്ടിപ്പത്തിരി ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് കവർ ചെയ്ത് ഒരു 2-3 മിനിറ്റ് സമയം കൂടെ വെച്ച് കൊടുക്കുക. ആ സമയം കൊണ്ട് ചട്ടിപ്പത്തിരിയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ചട്ടിപ്പത്തിരി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചാനലിൽ ഒരുപാട്
ഇഫ്താർ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം എടുത്ത് വാച്ച് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.